ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും നിഷ്പ്രയാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് BJP വളർന്നു പടർന്നു പന്തലിച്ചിട്ടും അങ്ങനെ എളുപ്പത്തിലൊന്നും തൊടാൻ കഴിയാത്ത വളരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നായി കേരളം ഇപ്പോഴും നിൽക്കുകയാണ്. ആകെ BJPക്ക് ലഭിച്ചതാകട്ടെ തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇതിനു മുമ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന നിയമമണ്ഡലം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അന്ന് O രാജഗോപാലിലൂടെ നേടിയെടുത്ത നിയമമണ്ഡലത്തിനും ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ നേടിയെടുത്ത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം. അതായത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പാർട്ടിയോടുള്ള ജനങ്ങളുടെ മമതയോ ആഗ്രഹവുമല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന നടനുള്ള വ്യക്തിപ്രഭയും അദ്ദേഹത്തിന് ജാതിമത വർണ്ണത്തിന് അപ്പുറത്തേക്കുള്ള ജനസ്വീകാര്യതയുമാണ്. എന്നാൽ MP ആയതിനു ശേഷം അത്തരത്തിലൊരു സ്വീകാര്യത ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തിയാൽ അതിന് ഇല്ല എന്ന മറുപടി പറയേണ്ട സ്ഥിതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും വാചകങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നിയമത്തേക്ക് വന്നാൽ നിയമത്തെയും സ്ഥിതി അതുതന്നെയാണ്. O രാജഗോപാൽ നിരന്തരമായി മത്സരിച്ചു പരാജയപ്പെട്ടു പോവുകയും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വർഗത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് വലിയ സ്വാധീനവുമുള്ള O രാജഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്തേക്ക് ജനസ്വീകാര്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭയും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിയമത്തെ മത്സരിച്ച് വിജയിച്ചത് എന്ന വാദം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ BJPയുടെ ചില സർവേകൾ ഇപ്പോൾ പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 6 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. BJP പിടിച്ചെടുക്കുന്ന 6 മണ്ഡലങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവിടെ വരുന്ന ബഹുഭൂരിപക്ഷം വോട്ടർമാരുടെ വർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് BJP പിടിക്കുമെന്ന വാദം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരനെ തകർത്തെറിയുമെന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ ഭയപ്പെടുത്തിക്കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ചുരുക്കം വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടു പോയത്. അപ്പോൾ തന്നെ BJP ഉറപ്പിച്ചതാണ് തിരുവനന്തപുരം BJPയുടെ A+ മണ്ഡലം തന്നെയാണെന്ന്. O രാജഗോപാൽ വിജയിച്ച മണ്ഡലം. അങ്ങനെ BJPയുടെ വോട്ട് വർധനവിൽ ഏറ്റവും പ്രാധാന്യമേറെ ഉള്ള ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം ജില്ല. അതിൽ കോർപ്പറേഷൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുമെന്ന് BJP പറയുമ്പോഴും PC വിഷ്ണുനാഥിലൂടെ മറ്റൊരു പ്രതിരോധം തീർക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും. എന്തായാലും കണ്ടിരുന്ന് കാണണം തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് നേടുമെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറുമെന്നും അത്തരത്തിൽ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം ടൗൺ, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും 2 മണ്ഡലം തീർച്ചയായും BJP നേടുമെന്ന് തന്നെയാണ് അവരുടെ സർവേയിലൂടെ അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സർവേ നടത്തിയതാകട്ടെ പുനഃസംഘടനയുടെ ഭാഗമായി ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവേയും കൂടി നടത്തിയിട്ടുള്ളത്. ആ സർവേകളിൽ നിന്നാണ് BJPക്ക് ജയിക്കുവാൻ കഴിയുന്ന 6 മണ്ഡലങ്ങൾ അവർ കണ്ടെത്തിയത്. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് 2 മണ്ഡലം. പിന്നീടുള്ളത് കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലം BJPക്ക് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കരുത്തിലേക്ക് വോട്ട് വർധനവിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ സർവേയിലൂടെ പുറത്തു വരുന്നത്. മറ്റൊന്ന് പാലക്കാടാണ്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ആ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ BJPക്ക് പ്രതികൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും BJPയുടെ വോട്ട് വർധനവ് പാലക്കാട് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് BJPയുടെ വാദം. എന്നാൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് BJPക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ BJPയുടെ സർവേ ഫലം പറയുന്നത് പാലക്കാട് BJP പിടിക്കുമെന്ന് തന്നെയാണ്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലം BJP പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് അവരുടെ വാദം. കാരണം ആലപ്പുഴ പോലെ ഇടതുകോട്ടയായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ എല്ലാ ചരിത്രവും പേറി ജീവിക്കുന്ന ആലപ്പുഴയിലെ വോട്ടർമാർ CPMൽ നിന്ന് അകന്ന, CPIയിൽ നിന്ന് അകന്ന BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് നിർമ്മിച്ചു നൽകുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് വർധനവിലൂടെ അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രന് BJPക്കാരി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വനിതകൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്നായിരുന്നു അന്ന് കോൺഗ്രസ് ഇടതുപക്ഷ നേതാക്കന്മാർ വ്യക്തമായി പറഞ്ഞ ഒരു മറുപടി. പക്ഷേ BJPക്ക് ഉണ്ടാകുന്ന വർധനവ് കായംകുളം നിയമസഭാ മണ്ഡലം BJPക്ക് നേടിക്കൊടുക്കും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ബിപിൻ സി ബാബു എന്ന ഒരുപക്ഷെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട ബിപിൻ സി ബാബു കൂടി BJPയിലേക്ക് വന്നപ്പോൾ BJPക്ക് കായംകുളം മണ്ഡലം ലഭിക്കുമെന്ന ആത്മവിശ്വാസം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കൊല്ലമാണ്. കൊല്ലത്തെ ചാത്തന്നൂർ മണ്ഡലമാണ് ഒരു പ്രധാനപ്പെട്ട മണ്ഡലം.
കൊല്ലത്തെ ചാത്തന്നൂർ മണ്ഡലം വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണെന്ന് പറയാൻ കാരണം കൊല്ലം ചാത്തന്നൂരിൽ ഇടതുപക്ഷ MLA ആണെങ്കിൽ പോലും BJPക്ക് അവിടെ വോട്ട് വർധനവും സർക്കാർ വിരുദ്ധ വികാരത്തിൽ BJPക്ക് അവിടെ പിന്തുണയും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, പാലക്കാട് മണ്ഡലം, തൃശ്ശൂർ മണ്ഡലം, തിരുവനന്തപുരത്തെ 2 നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഒരെണ്ണമെങ്കിലും തീർച്ചയായും നേടും. അതായത് 140 മണ്ഡലങ്ങളിൽ കുറഞ്ഞത് 5 മണ്ഡലങ്ങളിലെങ്കിലും BJP വിജയിക്കുമെന്നുള്ളതാണ് അവരുടെ സർവേ ഫലത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. 23% വോട്ട് വർധനമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന കണക്ക് കൂടി BJPക്ക് ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി BJP വളരും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ നിന്ന് പിളർത്തിയെടുക്കുന്ന വോട്ടുകളാണ് BJPയുടെ അടിത്തറ എന്നുകൂടി സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാർ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസിന് വോട്ടായി മാറുകയില്ല എന്ന് മാത്രമല്ല, അത് BJPയിലേക്ക് വോട്ടായി മാറുകയും ഒപ്പം കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പടലപ്പിണക്കങ്ങൾ കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അടിത്തറ ബലപ്പെടാത്ത സ്ഥിതിയിൽ അവിടെ നിന്ന് വോട്ട് ഒഴുക്കുണ്ടാവുകയും അത് BJPക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. UDFിലെ ഏറ്റവും കരുത്തായി നിൽക്കുന്നത് കോൺഗ്രസ് അല്ല എന്നും മറിച്ച് മുസ്ലിം ലീഗ് ആണെന്നും മുസ്ലിം ലീഗിൻ്റെ അത്രയും പോലും കരുത്ത് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നും അതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം തന്നെയാണെന്നും അതിൽ വിഷം വെച്ച് നിൽക്കുന്ന വോട്ടർമാരും സഹയാത്രികരും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് 23% വോട്ട് വർധനവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഉണ്ടാകുമ്പോൾ നിർണായക ശക്തിയായി BJP മാറുകയും ഏറ്റവും കുറഞ്ഞത് ഇപ്പറഞ്ഞ 5 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് BJPയുടെ സർവേയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.